വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സുസ്മിതയും കൊണ്ട് ശ്രീരഞ്ജിനിയും പോലീസുകാരും കൂടി അങ്ങോട്ടത്തെ ഇറങ്ങുമ്പോൾ ഉപേന്ദ്രനാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട്. ഒരു വക്കീലിനെയും കൊണ്ടാണ് വരുന്നത്. തുടർന്ന് എന്താ മേഡം കാര്യം, ഞാൻ സുസ്മിതയുടെ ഫ്രണ്ടാണ് എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ കേട്ടോ, വിഷ്ണുവിൻ്റെ ലോറിയിൽ സ്പിരിറ്റ് വെച്ചത് സുസ്മിത പറഞ്ഞിട്ടാണ് എന്ന് ഗുണ്ടകൾ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ വിഷ്ണുവിനോടുള്ള വൈരാഗ്യവും വിദ്വേഷവും വെച്ച് സുസ്മിത അത് ചെയ്യിക്കുമെന്ന് ഉറപ്പാണ്. എന്താ ഇത്രയും അറിഞ്ഞാൽ പോരെ, കൂടുതൽ വിശദീകരിക്കണോ എന്നിങ്ങനെ ശ്രീരഞ്ജിനി ചോദിക്കുമ്പോൾ അയ്യോ അത്രയ്ക്കൊന്നും വേണ്ട, പിന്നെ മുൻവിധി അനുസരിച്ച് പിന്നെ കാര്യങ്ങൾ പെട്ടെന്നങ്ങ് ഒരാൾ കുറ്റക്കാരാണ് എന്നതങ്ങ് തീരുമാനിക്കാനൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ടൊരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ സുസ്മിതയ്ക്ക് അങ്ങ് ആകപ്പാടെ സന്തോഷമാവുന്നുണ്ട്. വിഷ്ണുവും ഇത് കേട്ട് തൊട്ട് പുറകിൽ നിൽക്കുകയാണ്, ആ വീടിൻ്റെ ഉമ്മർത്ത് തന്നെ. അന്നേരം ശ്രീരഞ്ജിനി ഒന്നങ്ങോട്ട് വല്ലാതാകുന്നുണ്ട്. അന്നേരം അതങ്ങോട്ട് എടുത്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ വക്കീൽ ആ പേപ്പർ എടുത്ത് ശ്രീരഞ്ജിനി കൊടുക്കുന്നുണ്ട്. ശ്രീരഞ്ജിനി അത് വായിക്കുന്നുമുണ്ട്. അന്നേരമാണ് സുസ്മിതയ്ക്ക് ശ്വാസം നേരെ വീഴുന്നത്. സുസ്മിത ഓടിച്ചെന്ന് ശ്രീരഞ്ജിനിയുടെ കയ്യിൽ നിന്നും തൻ്റെ ഫോൺ അങ്ങോട്ട് പിടിച്ച് വാങ്ങിക്കുകയാണ്. അന്ന് സമയം ഉപേന്ദ്രൻ പറയുന്നുണ്ട്, ഗുണ്ടകൾ പിന്നെ പറഞ്ഞത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് കോടതി തീരുമാനിക്കട്ടെ, അതല്ലേ മാഡം ശരി എന്നിങ്ങനെ ഉപേന്ദ്രൻ പറയുന്നുണ്ട്. അന്നേരം പിന്നെ ശ്രീരഞ്ജിനിക്ക് നിൽക്കുമ്പോൾ സുസ്മിത പറയുന്നുണ്ട്, ഉള്ളിക്കുറവനും കഷ്ടകാലവും നമുക്കങ്ങോട്ട് വിട്ടേക്കാം, ആരാണ് കൂവുന്നതെന്നല്ലേ മേഡത്തിന് സംശയം, അത് കൂട്ടത്തിലുള്ളവർ തന്നെയാണ് മേഡം കൂവുന്നത്, കാക്കിയിട്ടവരെ ആയാലും കൂടെ നിൽക്കുന്നവരൊന്ന് സൂക്ഷിച്ചൊന്ന് നോക്കിയാൽ മതി, ഒരു ചെറു പുഞ്ചിരിയോ പരിഹാസമോ ഒക്കെ അവരുടെ മുഖത്ത് കാണും എന്ന് പറയുമ്പോൾ ശ്രീരഞ്ജിനി എല്ലാവരും നോക്കുമ്പോൾ ആ തോമസ് ഒക്കെ ഇങ്ങനെ തല ഒന്നിച്ച് നിൽക്കുന്നുണ്ട്. തുടർന്നും പറയുന്നുണ്ട്, കഷ്ടകാലം വരുമ്പോൾ എല്ലാവർക്കും വരും, പക്ഷേ അത് മനസ്സിലെങ്കിലും അവരൊന്ന് കൂവും എന്നിങ്ങനെ പറഞ്ഞ് കുറേ പരിഹസിക്കുന്നുണ്ട്. സുസ്മിത നേരത്തെ ശ്രീരഞ്ജിനി പറഞ്ഞെല്ലാം തിരിച്ച് അതേപോലെ സുസ്മിത അങ്ങോട്ട് പറയുകയാണ്. അതിനുശേഷം സുസ്മിതയാണെങ്കിൽ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അതിനുശേഷം ആകെ ഇങ്ങ് സന്തോഷത്തിൽ സുസ്മിത സംസാരിക്കുന്നുണ്ട്. നിഴൽ പോലെ നീ എന്നല്ല, നിൻ്റെ പിന്നിൽ ഞാനാണ് കൂടെയുള്ളത്, നിനക്കിനെ തോൽപ്പിക്കാനാകില്ല എന്നിങ്ങനെ പറയുമ്പോൾ, കണ്ടോ ഇങ്ങനെ ഊരി പോകുന്നത് കണ്ടില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ആണെങ്കിൽ സുസ്മിതയുടെ അടുത്തേക്ക് നീങ്ങി നിന്നിട്ട് പറയുന്നുണ്ട്, നിയമത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ട് നീ ഒരു പക്ഷേ രക്ഷപ്പെട്ടിട്ടുണ്ടാകാം, പക്ഷേ എൻ്റെ നിയമപുസ്തകത്തിൽ നിനക്കുള്ള വിധി എന്താണെന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നിനക്ക് കഴിയില്ല, അത് വിഷ്ണു ഭഗവാന്റെ സുദർശന ചക്രം പോലെയുള്ള കൊട്ടേഷൻ തന്നെയാണ്, തൊടുത്ത് വിട്ടാൽ അത് തലയും കൊണ്ടേ തിരിച്ചു വരികയുള്ളൂ, നീ സൂക്ഷിച്ചോ, നിന്റെ തലയ്ക്കുള്ള രക്ഷ നീ മാത്രമാണ്, അത് തടുക്കാനായിട്ട് നിനക്കോ നിന്റെ കൂടെയുള്ള ഉപഗ്രഹങ്ങൾക്കോ ഒന്നും കഴിയില്ല എന്നിങ്ങനെ അത് ഉപേന്ദ്രൻ നോക്കിയാണ് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അന്നേരം സുസ്മിത ഒന്നും മിണ്ടുന്നില്ല. ഇതൊക്കെ കണ്ട് രോഹിത്ത് മുകളിലാകെ സന്തോഷിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്, സുസ്മിതയെ കൊണ്ടുപോകാനായില്ല എന്നുള്ളതൊക്കെ കാണുമ്പോൾ. അതിനുശേഷം വിഷ്ണു ദേഷ്യത്തോടെ ഇറങ്ങിയിട്ട് ബൈക്ക് അങ്ങോട്ട് എടുത്തിട്ട് കറക്കി ഉപേന്ദ്രൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഉപേന്ദ്രനെ ഇങ്ങനെ നോക്കിയിട്ട് നന്നായിട്ട് ബൈക്ക് റേസ് ചെയ്യുകയാണ്. പക്ഷെ ഉപേന്ദ്രൻ അങ്ങനെ തന്നെ നിൽക്കുന്നേ ഉള്ളൂ. എന്നിട്ട് വിഷ്ണു വണ്ടി സ്പീഡിനെടുത്തങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് സുസ്മിത വീണ്ടും ശ്രീരഞ്ജിനി അടുത്തേക്ക് ചെന്ന് വീണ്ടും ഒരു വെല്ലുവിളി എന്ന പോലെ ഞങ്ങൾ സംസാരിക്കുകയാണ്. അപ്പോൾ എന്താ മാഡം, കൊടിയേറ്റും ഉത്സവമൊക്കെ കഴിഞ്ഞില്ലേ, അപ്പോൾ എന്നെ എല്ലാവരും മടങ്ങിയല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്രീരഞ്ജിനി ആണെങ്കിൽ ചെറുതായിട്ടൊന്നും നാണം കിട്ടല്ലോ. അതിനുശേഷം ശ്രീരഞ്ജിനിയും വണ്ടിയെടുത്ത് അവരും പോലീസുകാരും എല്ലാവരും അവിടെ നിന്ന് പോകുന്നുണ്ട്. തുടർന്ന് ഷേക്ക് ഹാൻഡൊക്കെ കൊടുക്കുന്നുണ്ട് സുസ്മിതയാണെങ്കിൽ ഉപേന്ദ്രന്. എന്നിട്ട് താങ്ക്സ് പറയുകയാണ്. എല്ലാത്തിനും താങ്ക്സ് എന്ന് പറയുമ്പോൾ ഉപേന്ദ്രൻ പറയുന്നുണ്ട്, അപ്പോൾ പിടിക്കപ്പെട്ട ഗുണ്ടകൾക്ക് പണം ഇത്തിരി കൂടുതൽ കൊടുക്കണം, അവരിനി ഒരിക്കലും സുസ്മിതയുടെ പേര് പറയരുത് എന്ന് പറയുമ്പോൾ അവരിനി ഒരിക്കലും എൻ്റെ പേര് പറയില്ല, ഒന്നുകിൽ പണം അല്ലെങ്കിൽ പണി, ഇത് സുസ്മിതയാണ് പറയുന്നത് എന്ന് പറഞ്ഞ് അവരെല്ലാവരും ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇതേ സമയം സത്യഭാമയാണെങ്കിൽ രാഘവൻ നായരെയും കൂട്ടിക്കൊണ്ട് ഡോക്ടറെ കാണാൻ പോകുന്നുണ്ട്. തുടർന്ന് ഡോക്ടറുടെ ക്യാബിനിലിരിക്കുകയാണ്. അന്നേരം ഈ ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, ചിലതിനൊക്കെ കൃത്യമായ മറുപടി ഉണ്ട്, ചിലതൊന്നും അത്ര വ്യക്തമായില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇടയ്ക്കൊക്കെ ഓർമ്മ പോകുന്നു, അല്ലാതെ ഇദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ രാഘവൻ നായർക്കും ആകെ സന്തോഷമാവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്, ഇവൾക്കും മോനുമായിരുന്നു നിർബന്ധം, എനിക്കെന്തോ മാരകമായ അസുഖമാണെന്ന്, എനിക്ക് കുഴപ്പമൊന്നുമില്ല ഡോക്ടറെ, ഡോക്ടർ തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ ഡോക്ടർ സത്യഭാമയോടും പറയുന്നുണ്ട്, എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നുണ്ട്. അന്നേരം ഡോക്ടർ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക, ഞാൻ പറഞ്ഞു മടുത്തു എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ ഒരു കൊച്ചുകുട്ടിയെ പോലെയൊക്കെ പെരുമാറുകയാണ്. എന്നിട്ട് വടി സ്റ്റിക്കും കുത്തിപ്പിടിച്ച് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. ഡോക്ടർ പറയുന്നതൊക്കെ നീ കേട്ടിട്ട് പതിയെ വാ, ഞാൻ പുറത്തിരിക്കാം എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ അങ്ങ് വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷേ ആ ക്യാബിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങിയിട്ടും രാഘവൻ നായരാണെങ്കിൽ എല്ലാവരും ഒക്കെ ആദ്യമായിട്ടൊക്കെ കാണുന്ന പോലെ നോക്കിയിട്ട് അവിടെ ഒരു കസേരയ്ക്ക് പോയിരുന്ന് വീണ്ടും ചുറ്റുപാടുമൊക്കെ നോക്കി അങ്ങിരിക്കുകയാണ്. ഇതേസമയം ഡോക്ടർ
വീണ്ടും സത്യഭാമയോട് പറയുന്നുണ്ട്, ഞാൻ അസുഖമൊന്നുമില്ല എന്നൊരു വാക്ക് പോലെ പറഞ്ഞതാണ്. പക്ഷേ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം. ചിലപ്പോഴങ്ങോട്ട് ഓർമ്മ അങ്ങോട്ട് പോകും, അത് ഓർത്തെടുക്കാനായിട്ട് സാധിക്കില്ല. ചില ഇതൊക്കെ ഇന്നലെ കണ്ട പോലെ പറയുന്നുണ്ട്, പക്ഷെ ചില ഓർമ്മകളൊക്കെ ബ്ലാങ്ക് ആയിട്ട് കിടക്കും. അത് പിന്നെ കൂട്ടിച്ചേർക്കാനായിട്ട് പറ്റില്ല. ഇത് ആരംഭഘട്ടമാണ് എന്ന് പറയുമ്പോൾ ഇതിന് ചികിത്സയില്ലേന്ന് ചോദിക്കുകയാണ് സത്യഭാമ. ഭാമയ്ക്ക് ആകെ വിഷമാവുന്നുണ്ട്. അന്നേരം ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ചികിത്സയൊന്നുമില്ല. കൂടുതൽ കെയർ കൊടുക്കുക, പിന്നെ മനസ്സിന് ഭാരം കൊടുക്കാതിരിക്കുക, പിന്നെ ചിന്തകളൊന്നും കൂടുതൽ കൊടുക്കാതെ കുറച്ച് നമ്മൾ കൂടി ഷെയർ ചെയ്യുക. ഒറ്റയ്ക്കങ്ങ് പുറത്തേക്ക് വിടരുത്. ഒരു കാര്യം പിന്നെ ഏൽപ്പിക്കാനും പറ്റില്ല, വിശ്വസിച്ച് ഏൽപ്പിക്കാനും പറ്റില്ല. ഉറക്കത്തിൽ പോലും ഒരു കണ്ണ് വേണമെന്ന് പറയില്ലേ, അത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടിത് ഭേദമാക്കാൻ കഴിയില്ലേ എന്ന് ഭാമ ചോദിക്കുന്നുണ്ട്. അന്നേരം അത് പറ്റില്ല. ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവിതകാലം മുഴുവൻ ഈ രോഗവും ഉണ്ടാകും. അതുകൊണ്ട് നമ്മളും ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ ഒരു തണലെന്ന പോലെ ഉണ്ടാകണം എന്ന് പറയുന്നുണ്ട്. തുടർന്ന് പിന്നെ ഓർമ്മകളൊക്കെ ചെറുതായിട്ടൊക്കെ വീണ്ടെടുക്കാനായിട്ട് ചില ടോയ്സൊക്കെ ഉണ്ട്, അതൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കാം. ചില കോഴ്സ് സെൻറ്ററുകളൊക്കെ ഉണ്ട്, അവിടുത്തെ ചികിത്സയൊക്കെ പ്രയോജനപ്പെടുത്താം. അതിൽ വലിയ മെച്ചമൊന്നും ഉണ്ടാകില്ല, എന്നാലും ഇതുപോലെ അങ്ങ് കൊണ്ടുപോകാം. കൂടുതൽ കടുത്താലാണ് കുഴപ്പം എന്ന് പറയുന്നുണ്ട്. അന്നേരം ഭാമ ആകപ്പാടെ വിഷമിക്കുകയാണ്. തുടർന്ന് ഈ ഡോക്ടർ പറയുന്നുണ്ട്, എൻ്റെ ഒരു സുഹൃത്ത് നടത്തുന്ന ഒരു സെൻ്ററുണ്ട്, ഞാൻ അവിടുത്തെ അഡ്രസ്സ് തരാം, കുറച്ച് പൈസ ചിലവാകും, അവിടെ കൂടി ഒന്ന് പരീക്ഷിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ മോനുമായിട്ട് ആലോചിച്ചിട്ട് അത് വേണ്ടതുപോലെ അത് തന്നെ ചെയ്യാം എന്നിങ്ങനെ സത്യഭാമ പറയുന്നുണ്ട്. അന്നേരം നമ്പർ തരാമെന്ന് പറഞ്ഞ് ഡോക്ടർ അത് കൊടുക്കുന്നുണ്ട്. പക്ഷേ സത്യഭാമയ്ക്ക് ആകപ്പാടെയും വിഷമാവുന്നുണ്ട്. രാഘവൻ നായർ ഇങ്ങനെ ഇനി കാണുകയുള്ളൂ എന്നറിയുമ്പോൾ പഴയ രാഘവൻ നായരെ തിരിച്ചു കിട്ടില്ല എന്ന് ഓർത്ത് ഭാമയ്ക്ക് ഒരുപാട് വിഷമാവുന്നുണ്ട്. ഇതേസമയം വിഷ്ണുവും ശാലിനിയുമൊക്കെ കുടുംബശ്രീ വീട്ടിലെത്തുന്നുണ്ട്. വിഷ്ണു ആണെങ്കിൽ പുറത്തുനിന്ന് ആരുടെയൊക്കെ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ശാലിനി ആണെങ്കിൽ ശാരദാമ്മയുടെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. കേസും കൂട്ടവും ഒക്കെ ഒഴിവായി, ഇനി അതിൻ്റെ പുറകെ നടക്കണ്ടെന്ന് പറയുമ്പോൾ സമാധാനമായി എന്ന് പറഞ്ഞിട്ട് ഇനി സമയം കിട്ടുമ്പോൾ രണ്ടുപേരും കൂടി കുടുംബക്ഷേത്രത്തിൽ ഒന്ന് പോകണം, ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ വരികയല്ലേ, എന്തെങ്കിലും വഴിപാടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരവും ശാലിനി പറയുന്നുണ്ട്, ശ്യാമ പപ്പിയെയും കൊണ്ട് അങ്ങോട്ടത്തേക്കാണ് പോയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഈ അവസ്ഥയിൽ അങ്ങോട്ടത്തേക്ക് പോയത്? ചന്ദ്രബോസ് ആണെങ്കിൽ ഇങ്ങനെ ആകെ തോറ്റിരിക്കുന്ന അവസ്ഥയല്ലേ, പാമ്പിൻ്റെ പകയാണ് അയാൾക്ക്, അപ്പോൾ അവളും കൂടി ചെല്ലുമ്പോൾ എന്ന് പറയുമ്പോൾ പിന്നെ ശ്യാമ അവിടെ ഒരു തടവറ തന്നെയാണ്, പക്ഷെ ഞാൻ പോണ്ടെന്ന് പറഞ്ഞിട്ടും അവിടെ നിന്നാലേ രോഹിത്തിനെ നന്നാക്കാൻ പറ്റുമെന്നും പറഞ്ഞാണ് അവൾ പോയേക്കുന്നത് എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. അന്നേരം വിഷ്ണു ഫോണൊക്കെ വെച്ചിട്ട് അങ്ങോട്ടത്തേക്ക് ചെന്നിരിക്കുന്നുണ്ട്. അവൻ ഇനി ഒരിക്കലും നന്നാകാനൊന്നും പോണില്ല എന്ന് പറഞ്ഞ് വിഷ്ണു അവിടത്തേക്ക് ഇരിക്കുകയാണ്. അന്നേരം ശാരദാമ്മ സങ്കടപ്പെടുന്നുണ്ട്. ഇവിടെ തമ്പുരാൻ അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ തരുന്നത് ഓരോന്നായിട്ട് വാങ്ങിച്ചല്ലേ മതിയാകൂ, പിന്നെ അവൾ ഇങ്ങനെ അനുഭവിക്കാനായിരിക്കും അവളുടെ വിധി എന്ന് പറയുമ്പോൾ ശാലിനി പറയുകയാണ്, രോഹിത്തിൻ്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ നമ്മുടെ മോൾക്ക് അവിടെ സ്വസ്ഥമായിട്ട് കഴിയാനായിട്ട് കഴിയില്ല. പിന്നെ അവൾ അങ്ങനെ അവിടെ നിന്ന് അനുഭവിക്കേണ്ടവളല്ല, അവൾ അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ഉള്ളിൽ തീയല്ലേ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വിഷമാവുന്നുണ്ട്. അന്നേരം ശാരദാമ്മ പറയുകയാണ്, നമ്മൾ അവളുടെ നന്മയ്ക്ക് വേണ്ടി ഓരോന്ന് പറയും, പക്ഷേ അവൾ വേറൊരു രീതിക്കാണ് എടുക്കുന്നത്, അത് മനസ്സിലാക്കി വരുമ്പോഴേക്കും നമ്മൾ കുറ്റക്കാരായി മാറും, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്നും പറയാത്തത് എന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണു അങ്ങ് എഴുന്നേൽക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറയുമ്പോൾ പിന്നെ മോനൊന്നും കഴിച്ചില്ലല്ലോ, ഞാൻ ഭക്ഷണം എടുത്തു വയ്ക്കുക, അപ്പോഴത്തേക്ക് സത്യം വരും, സത്യം കണ്ടിട്ട് പോകാമെന്ന് ശാരദാമ്മ പറയുമ്പോൾ ഇല്ല ശാരദാമ്മ, ഞാൻ സത്യയെ കാണാനായിട്ട് പിന്നീട് വരാം, എനിക്ക് നിരപരാധിയാണെന്ന് എന്നെ വെറുതെ വിട്ടു എന്നും പറഞ്ഞ് അമ്മയുടെ മുമ്പിൽ തല ഉയർത്തി പിടിച്ച് നിൽക്കണം, അത് ഒത്തിരി നേരത്തെ ആയാൽ അത്രയും നല്ലത് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങോട്ട് ഇറങ്ങുകയാണ്. അന്നേരം ബൈക്ക് എടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ വിഷ്ണുട്ടാന്നും പറഞ്ഞ് ശാലിനി പിന്നാലെ ചെല്ലുന്നുണ്ട്. അതെ വിഷ്ണുട്ട, പിന്നെ നമുക്കിനി ഈ ലോറിപ്പണി വേണ്ട, ഇത് കിട്ടിയ ഈ പണി ഇങ്ങനെ ഇത് കിട്ടിയില്ലേ, അതോടുകൂടി നമുക്ക് ഇതങ്ങ് നിർത്താം എന്ന് പറയുമ്പോൾ വിഷ്ണു ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നുണ്ട്, തൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിഷ്ണുവോട് സമ്മതിക്കുകയാണ്. തുടർന്ന് ഈ ലോറി ഡ്രൈവർ എന്നുള്ള പണിയോടെ വിഷ്ണു ഉപേക്ഷിക്കുകയാണ്. ഇതേസമയം ശ്യാമയാണെങ്കിൽ പാപ്പി മുളയും കൂട്ടിക്കൊണ്ട് ഓട്ടോയിൽ സത്യഭാമയുടെ രോഹിത്തിൻ്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം ഇത് മുകളിൽ നിന്ന് സുസ്മിത കാണുകയാണ്. രോഹിത്ത് പുറത്തു നിന്ന് കാണുന്നുണ്ട്. രോഹിത്ത് അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. സുസ്മിതയും താഴേക്ക് ഇറങ്ങി വരികയാണ്. തുടർന്ന് വാ മോളെന്നും പറഞ്ഞ് പപ്പിയും കൂട്ടി ശ്യാമ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ നിൽക്കുമെന്ന് പറയുകയാണ്. അല്ല, ഇവിടെ എല്ലാവരെയും വിറപ്പിച്ചിട്ടാണല്ലോ പോയത്, പോയ പോക്ക് കണ്ടപ്പോൾ ഇങ്ങോട്ടത്തേക്ക് തിരിച്ചു വരില്ല എന്നാണ് കരുതിയത്, എന്തേ ഇനി പോകുന്നത്, അവർ നിന്നെ കൂടെ കൂട്ടിയില്ലേ, വിഷ്ണുട്ടനും കുഞ്ഞേച്ചിയും നിൻ്റെ കൂടെ കൂട്ടിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ കഴിയേണ്ടത് ഇവിടെയാണ്, അല്ലാതെ എൻ്റെ വീട്ടിലൊന്നും അല്ല എന്ന് പറഞ്ഞ് വീണ്ടും കയറാനായിട്ട് തുടങ്ങുമ്പോൾ രോഹിത്ത് തടഞ്ഞു നിർത്തുന്നുണ്ട്. അപ്പോൾ നിന്നെ ഇവിടെ ഇട്ട് നരയാതന അനുഭവിപ്പിക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനമല്ലേ, അല്ലാതെ അവർ കൂട്ടത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നിനക്ക് ഇവിടെ നിൽക്കാനുള്ള അവകാശമൊന്നും ഇല്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരമാണെങ്കിൽ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് ഇങ്ങോട്ടത്തേക്കല്ലേ, അപ്പോൾ ഞാൻ നിൽക്കേണ്ടത് ഇവിടെ തന്നെയാണ് എന്ന് പറയുമ്പോൾ നിന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് ഞാനാണല്ലോ, ഞാൻ പറയുന്നു നീ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് രോഹിത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ സുസ്മിതയെ കാണുന്നുണ്ട്. പിന്നെ നിനക്ക് ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ
ഇവളുടെ പിന്നെ കാല് പിടിക്കും, ഇവിടെ ആര് നിൽക്കണ്ട എന്നൊക്കെ സുസ്മിതയാണ് തീരുമാനിക്കുന്നതെന്ന് പറയുമ്പോൾ ശ്യാമയ്ക്ക് അകപ്പാടെ ദേഷ്യം വരുന്നുണ്ട്. അന്നേരം ശ്യാമ പറയുകയാണ്, അപ്പോൾ രോഹിത്തിന് ഞാൻ ഇവളുടെ കാല് പിടിക്കണം, അതല്ലേ വേണ്ടത്? അത് ഇവളുടെ പ്രീതിക്ക് വേണ്ടി രോഹിത് എടുത്ത തീരുമാനമാണോ അതോ ഇവൾ പറഞ്ഞ് ഏൽപ്പിച്ചതാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം നിനക്കിവിടെ നിൽക്കണ്ട എന്നിങ്ങനെ പറയുമ്പോൾ സുസ്മിത പറയുന്നുണ്ട്, ശ്യാമേ, ഈ വീട് ലേലത്തിൽ പിടിച്ചത് ഞാൻ തന്നെയാണ്, ഇവിടെ ആര് നിൽക്കണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിക്കും, നീ ഇവിടെ നിൽക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പൊന്നുമില്ല എന്ന് പറയുമ്പോൾ രോഹിത് ഇങ്ങനെ നോക്കിയാണ്. പക്ഷേ നേരത്തെ കാണിച്ചതുപോലെ നിൻ്റെ വിഷ്ണുവേട്ടനും കുഞ്ഞേച്ചിയും ഒക്കെ നേരത്തെ ഇവിടെ കാടിളക്കി കൊണ്ട് ഡോഗ് ഷോ കാണിച്ചല്ലോ, അതുപോലെ ഒന്നും ഇങ്ങോട്ടത്തേക്ക് വരരുത് എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ നിനക്ക് അകത്തേക്ക് പോകാമെന്ന് പറയുമ്പോൾ രോഹിത് എതിർക്കുകയാണ്. വേണ്ട സുസ്മിത, ഇതിനങ്ങളെയൊക്കെ പറഞ്ഞു വിട്ടേക്ക്, നശിക്കാനും നശിപ്പിക്കാനുമാണ് കൂടെ കൂടുന്നത്, ഈ മാരണങ്ങളെയൊന്നും തലയിലെടുത്ത് വെക്കണ്ട, എവിടെയാണെന്ന് വെച്ചാൽ പോയി തൊലഞ്ഞോട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരവും പിന്നെ സുസ്മിത പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയല്ലോ, അപ്പോൾ ഇനി പിന്നെ വന്ന വഴിയെ നമ്മൾ അടിക്കുന്ന വഴിയെ വന്നില്ല എന്നുണ്ടെങ്കിൽ ആ വഴി അവളെ അങ്ങ് പറഞ്ഞു വിട്ടേക്കാം, എന്തായാലും കുറച്ചുകൂടി നോക്കാം എന്ന് പറയുകയാണ്. തുടർന്നാണെങ്കിൽ ശ്യാമയാണെങ്കിൽ ഈ പപ്പിയും കൂട്ടിക്കൊണ്ട് അങ്ങ് അകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം സുസ്മിത ഇങ്ങനെ ദേഷ്യത്തോടെ ശ്യാമ നോക്കിക്കൊണ്ടാണ് കയറി പോകുന്നത്. പക്ഷേ രോഹിത്തിന് അങ്ങോട്ട് തീരെ താല്പര്യമില്ല ഇവർ തിരിച്ച് അകത്തേക്ക് വന്നതിൽ. പപ്പിയാണെങ്കിൽ ആകെ വിഷമിച്ചാണ് ഈ പിന്നെ ശ്യാമയുടെ കൂടെ കയറി പോകുന്നത്. തുടർന്ന് രോഹിത്തിനോട് സുസ്മിത പറയുന്നുണ്ട്, നമ്മൾ ഇങ്ങനെ ഒരു ബിസിനസ് നടത്തുമ്പോൾ ഇവളും കൊച്ചും ഇവിടെ വേണം, ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് നമ്മൾ വെറുതെ നിന്നിട്ട് കാര്യമില്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഇവളും കൊച്ചും ഒരു മറയാണ്, അതുകൊണ്ട് ഇവരിവിടെ തന്നെ വേണം എന്നിങ്ങനെ പറയുമ്പോൾ രോഹിത് അതൊക്കെ സമ്മതിക്കുന്നുണ്ട്. ഈ സമയത്താണ് ഉപേന്ദ്രൻ ചന്ദ്രബോസിനെയും കൂട്ടിക്കൊണ്ട് അവിടത്തേക്ക് കാറിലെത്തുന്നത്. ചിരിച്ചുകൊണ്ട് ചന്ദ്രബോസ് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ആ ചിരിക്കത്ര ക്ഷീണം പോരല്ലോ പിന്നെ ചിറ്റപ്പ എന്നിങ്ങനെ പറയുകയാണ്. ക്ഷീണം കൂടുതലാണ് എന്നിങ്ങനെ പറയുമ്പോൾ അത് പിന്നെ ചിറ്റപ്പന് മോളെ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അന്നേരം ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണറെ തൊപ്പി വെച്ചുകൊണ്ട് ഒരു സാധാ പോലീസുകാരൻ്റെ പവർ പോലും കാണിക്കാൻ പറ്റാതിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണല്ലേ എന്ന് പറയുന്നുണ്ട്. അന്നേരം സംഭവിച്ചു, എന്നാലും മോളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ വിഷമം കണ്ട് ദേ നിൽക്കുന്ന ഉപേന്ദ്രൻ മുതലാളിയാണെന്ന് പറയുമ്പോൾ ഉപേന്ദ്രൻ കുറച്ചങ്ങോട്ട് പോകുന്നുണ്ട്. അന്നേരം കറക്റ്റ് സമയത്ത് വക്കീലിനെയും കൊണ്ടുവന്ന് എന്നെ ജയിലിലേക്ക് പോകാതെ രക്ഷിച്ചു എന്ന് പറയുമ്പോൾ കൂടെ നിൽക്കുന്നവരെ ഉപേന്ദ്രൻ എന്തായാലും സഹായിക്കും. നമുക്ക് വളവും ഒക്കെ സമയം അങ്ങോട്ട് തരാനേ സാധിക്കുകയുള്ളൂ, അത് വേണ്ട വിധം പ്രയോഗിക്കാനുള്ളത് സുസ്മിത തന്നെയാണ്, അതുകൊണ്ട് സുസ്മിത അകത്ത് പോകാൻ പാടില്ല, പുറത്ത് തന്നെ വേണം എന്നിങ്ങനെ പറയുക. അന്നേരം രോഹിത് ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അന്നേരം പിന്നെ ചന്ദ്രബോസ് പറയുകയാണ്, സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു, ഇപ്പോൾ ശക്തിയുടെയും ബുദ്ധിയുടെയും മനസ്സിൻ്റെയും മനോധൈര്യത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ ശാരദാമ്മയെ പോലെ തന്നെ സത്യഭാമയും ഒരേപോലെ നിൽക്കുന്നവരാണ്, അവർ രണ്ടുപേരും കൂടി ഒന്നിച്ചാൽ അത് നമുക്ക് വലിയ ദോഷമാവും എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം സുസ്മിതയ്ക്ക് ആദ്യം കാര്യം മനസ്സിലാവുന്നില്ല. തുടർന്ന് ഉപേന്ദ്രൻ പറയുന്നുണ്ട്, ഈ സാബു വർഗീസ് നടക്കുന്ന കറിക്കൂട്ട മസാലയുടെ MD നടത്തുന്ന ഒരു മത്സരത്തിൽ ഫുഡ് കോമ്പറ്റീഷനിൽ ഈ സത്യഭാമയും ശാരദാമ്മയും ഒക്കെ പങ്കെടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ സാബു വർഗീസ് എൻ്റെ ഒരു പഴയ പരിചയക്കാരനാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം മത്സരത്തിൽ ആര് ജയിച്ച ഈ മത്സരത്തോടു കൂടി ചിലപ്പോൾ രണ്ട് ശക്തികളും കൂടി ഒന്നിക്കാനായിട്ട് സാധ്യതയുണ്ട്, രണ്ടുപേരും കൂടി ഒന്നിച്ചാൽ ശത്രുക്കളായി നമുക്കതൊരു പണിയാണ് എന്നിങ്ങനെ പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ട്, പണ്ടും പിന്നെ ഇവരേതൊക്കെയോ ശാരദാമ്മയോ ഒക്കെ ഏതൊക്കെയോ ഫുഡ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ട്, വളരെ കടുകട്ടിയായിരുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഞാനും പങ്കെടുത്തതായിരുന്നു എന്നിങ്ങനെ സുസ്മിത പറയുന്നുണ്ട്. എന്നിട്ട് സുസ്മിത ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ആ ഒരു സംഭവം, അന്ന് സത്യഭാമയായിരുന്നു ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സുസ്മിത അന്ന് നാണം കെട്ട് തോറ്റല്ലോ, അന്ന് ശാരദാമ്മയ്ക്ക് ഈ സത്യഭാമ ക്യാഷ് പ്രൈസും ട്രോഫിയും ഒക്കെ കൊടുക്കുന്നത് സങ്കടത്തോടെ സുസ്മിത നോക്കി നിന്നതൊക്കെ ആ രംഗമൊക്കെ ആലോചിക്കുമ്പോൾ സുസ്മിതയ്ക്ക് വീണ്ടും വാശി അങ്ങോട്ട് ഏറുകയാണ്. അപ്പോൾ ഞാനും കൂടി പങ്കെടുക്കാം, എന്തായാലും അതിൽ രണ്ടുപേരും ജയിക്കാനായിട്ട് സത്യഭാമയും ജയിക്കേണ്ട ശാരദാമ്മയും ജയിക്കേണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ ആരും ജയിക്കണ്ടേ എന്നിങ്ങനെ ഉപേന്ദ്രൻ ചോദിക്കുമ്പോൾ രണ്ടുപേരും ജയിച്ചില്ലെങ്കിൽ പിന്നെ ജയിക്കാനുള്ള ചാൻസ് എനിക്കല്ലേ, എന്തായാലും അത് കലക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ അതിലേക്ക് പങ്കെടുക്കുന്നത് എന്ന് പറയുമ്പോൾ ശക്തിയും ബുദ്ധിയും ഒന്നും വർക്കായില്ലെങ്കിൽ കുതന്ത്രം പ്രയോഗിക്കാൻ മോളെ എന്നിങ്ങനെ ഈ ചന്ദ്രബോസ് പറയുന്നുണ്ട്. അന്നേരം രണ്ടുപേർക്കും കൂടി പണി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അതിനിപ്പോൾ പണം മുടക്കാനാണെങ്കിലും ഈ സുസ്മിത റെഡിയാണ്, അല്ലെങ്കിൽ ഇനി ചോര ഒഴുക്കണമെങ്കിൽ അതിനും ഈ സുസ്മിത റെഡിയാണ്, എന്തായാലും രണ്ടുപേരെയും ഒന്നിക്കാനായിട്ട് അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ സുസ്മിത ഇങ്ങനെ ആകെ ദേഷ്യത്തിലും വാശിയിലും ഒക്കെ നിൽക്കുന്ന ആ ഒരു സീനോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തത് ഫുഡ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോൾ അതിലിനി എന്തെങ്കിലും കലക്കാനായിട്ട് സുസ്മിത നോക്കുന്നതായിരിക്കും. പക്ഷേ അവിടെ ശാലിനി ഉള്ളത് കൊണ്ട് ഈ സത്യഭാമ രക്ഷപ്പെടുമായിരിക്കും. ചിലപ്പോൾ ആ പൈസ കൊണ്ടായിരിക്കും ഈ രാഘവൻ നായരുടെ ആ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോകുന്നതൊക്കെ. അങ്ങനെ എന്തെങ്കിലും വരുമായിരിക്കും. അതൊക്കെ എന്താണെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക്